റിനു, വെരി ഗുഡ് മോർണിംഗ്. തെക്കൻ കേരളത്തിൽ നിന്ന് വരാനിരിക്കുന്ന ചില വാർത്തകളുണ്ടല്ലോ. ഒന്നാമത് ഈ ദേശീയപാതയുടെ നിർമ്മാണം, അതുമായി ബന്ധപ്പെട്ട സുരക്ഷ, ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി കൊല്ലത്ത് തകർന്നു വീണ സംഭവവുമായി ബന്ധപ്പെട്ട വാർത്തയുടെ അപ്ഡേഷൻ. രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വാദം കേൾക്കുകയാണല്ലോ. ഒപ്പം തന്നെ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനത്തിലെ അനിശ്ചിതത്വം. ഇങ്ങനെ ഒരുപിടി വാർത്തകളുണ്ടല്ലോ തെക്കൻ കേരളത്തിൽ നിന്ന്. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റിനെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒട്ടനവധി വാർത്തകളുണ്ട് തിരുവനന്തപുരത്ത്, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ. ഏറ്റവും പ്രധാനം കൊല്ലം മൈലക്കാട്. നമുക്കറിയാം ഇന്നലെ ദേശീയപാത ഇടിഞ്ഞു താഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ വലിയ അപകടത്തിൽ നിന്നൊക്കെ തന്നെ തെന്നിമാറുന്ന ഒരു സാഹചര്യമാണ്. അത് വളരെ ആശ്വാസകരമാണ്. ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കളക്ടർ വിളിച്ചു ചേർത്ത അവലോകന യോഗം ഉണ്ടാകും എന്നുള്ളതാണ്. ഈ കരാർ കമ്പനി, ദേശീയപാത അതോറിറ്റി, ജനപ്രതിനിധികളടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കും. കൃത്യമായി തന്നെ ഈ കൺസ്ട്രക്ഷൻ കമ്പനിയോട്, ശിവാലയ എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം അല്ലെങ്കിൽ ഈ കരാർ കമ്പനിക്കെതിരെ നടപടിയെടുക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒപ്പം ഈ ദേശീയപാത നിർമ്മാണം നടക്കുന്ന പ്രദേശങ്ങൾ, ഉയർന്ന പ്രദേശങ്ങളിലെ സുരക്ഷ കൃത്യമായി തന്നെ വിലയിരുത്തും എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഗതാഗത നിയന്ത്രണമുണ്ട്. ഈ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വിവരവും നമുക്ക് നൽകാനാകും. മറ്റൊന്ന്, നമുക്കറിയാം രാഹുൽ ഈശ്വറിന്റെ ജാമ്യഹർജിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്നലെ വിശദമായിട്ടുള്ളൊരു വാദം കേട്ടിരുന്നു. എങ്കിൽ പോലും ഇന്നത്തേക്ക് കേസ് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്നും കോടതി വാദം കേൾക്കും. വാദം കേട്ടതിന് ശേഷം ഇന്ന് കൃത്യമായി തന്നെ അതിലൊരു വിധി പറയും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോഴും രാഹുൽ ഈശ്വർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് പ്രാഥമിക ഒരു ചികിത്സ എന്നുള്ള മട്ടിൽ അദ്ദേഹം നിരാഹാരം അനുഷ്ഠിക്കുന്ന സാഹചര്യമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. പക്ഷേ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഡോക്ടർ അവിടെ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. മറ്റൊന്ന്, ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിലെ VC നിയമനവുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം സുപ്രീം കോടതി പോലും ഇടപെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. സംസ്ഥാന സർക്കാരും ഗവർണറും ഒരു സമവായത്തിലെത്തി ഈ VCയെ നിയമിക്കണമെന്നുള്ളൊരു നിർദ്ദേശമാണ് സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ കോടതി നേരിട്ട് നിയമിക്കും എന്നുള്ളതാണ്. എന്തായാലും ഗവർണർ നിലവിലെ ചുമതലയുള്ള VC ആയിട്ടുള്ള സിസ തോമസിനെ തന്നെ നിയമിക്കണം എന്നുള്ളതാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ പട്ടികയിൽ പോലും ഇല്ലാത്ത ഒരാളെ VC ആയി ചുമതല നൽകാൻ അല്ലെങ്കിൽ നിയമിക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരും ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇവരൊരു സമവായത്തിലെത്തി മുന്നോട്ട് പോകുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ കോടതി ഇനി ഏത് തരത്തിലുള്ള ഇടപെടലായിരിക്കും നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.